നഷ്ടപ്പെട്ട യൗവനം തിരിച്ചെടുക്കാൻ, ചർമ്മം തിളങ്ങാൻ ബുദ്ധന്റെ ഉപദേശം 7 ദിവസത്തെ ചലഞ്ച്. നിങ്ങളുടെ മുഖത്തേക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പഴയ ആ ഉന്മേഷവും മുഖത്തെ ആ പ്രകാശവും പതിയെ പതിയെ മാഞ്ഞുപോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തിരക്കേറിയ ഈ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഓടുന്നത് വിപണിയിൽ കിട്ടുന്ന വിലകൂടിയ ക്രീമുകൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും പിന്നാലെയാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ഗൗതമബുദ്ധൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്: നമ്മുടെ ശരീരമെന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അതെ, നിങ്ങളുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ തീയാണെങ്കിൽ, അത് തീർച്ചയായും നിങ്ങളുടെ ചർമ്മത്തിലും മുഖത്തും ചുളിവുകളായും കറുത്ത പാടുകളായും പ്രത്യക്ഷപ്പെടും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചല്ല, മറിച്ച് ബുദ്ധന്റെ തത്വങ്ങളിൽ അധിഷ്ഠിതമായ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിച്ച് നഷ്ടപ്പെട്ട യൗവനം തിരിച്ചെടുക്കാനുള്ള ഒരു അത്ഭുതകരമായ യാത്രയെക്കുറിച്ചാണ്. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 7 ദിവസത്തെ ചലഞ്ചാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ആത്മീയതയും സൗന്ദര്യവും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. എന്നാൽ ആധുനിക ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്ന കാര്യമാണ്: മാനസിക സമ്മർദ്ദം നമ്മുടെ കോശങ്ങളെ എത്ര വേഗത്തിലാണ് നശിപ്പിക്കുന്നതെന്ന്. ബുദ്ധൻ പഠിപ്പിച്ചത് ഈ സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കാം എന്നാണ്. ഉള്ളിൽ ശാന്തിയുണ്ടെങ്കിൽ പുറത്ത് സൗന്ദര്യം താനേ വരും. ഈ 7 ദിവസങ്ങൾ നിങ്ങൾ എനിക്കുവേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഈ യാത്ര തുടങ്ങാം. പക്ഷെ അതിനു മുൻപായി ഒരു കാര്യം: ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്ന അറിവുകൾ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത്തരം നല്ല അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കും. ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യൗവനം എന്നത് വെറുമൊരു പ്രായമല്ല, അതൊരു മാനസികാവസ്ഥയാണ് എന്ന് ബുദ്ധൻ എപ്പോഴും പറയുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ബുദ്ധസന്യാസിമാരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രത്യേക പ്രകാശം കാണാം. അവർക്ക് പ്രായം തോന്നിക്കുകയേ ഇല്ല. അവർ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വിലകൂടിയ ക്രീമുകളാണോ? അവരുടെ രഹസ്യം അവരുടെ ദിനചര്യയിലും ചിന്താഗതിയിലുമാണ്. നമ്മുടെ ഈ 7 ദിവസത്തെ ചലഞ്ച് നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ പുതിയ ശീലങ്ങൾ പഠിക്കും. 1-ാം ദിവസം മനസ്സിന്റെ ശുദ്ധീകരണം. 1-ാം ദിവസം നമ്മൾ തുടങ്ങുന്നത് ശരീരത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്നാണ്. കാരണം മനസ്സാണ് എല്ലാത്തിന്റെയും ഉറവിടം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ മുഖം വല്ലാതെ ഇരുണ്ടുപോകുന്നത്? സ്ട്രെസ് ഹോർമോണുകളാണ് നമ്മുടെ ചർമ്മത്തിലെ കൊളാജനെ നശിപ്പിക്കുന്നത്. കൊളാജൻ നശിച്ചാൽ ചർമ്മത്തിന് ഇലാസ്തികത നഷ്ടപ്പെടുകയും ചുളിവുകൾ വീഴുകയും ചെയ്യും. അതുകൊണ്ട് 1-ാം ദിവസത്തെ ദൗത്യമിതാണ്: നിരീക്ഷിക്കുക, പ്രതികരിക്കാതിരിക്കുക. ബുദ്ധൻ പറഞ്ഞതുപോലെ, നീ നിന്റെ കോപത്തിന് ശിക്ഷിക്കപ്പെടുമെന്നല്ല, നിന്റെ കോപം തന്നെയായിരിക്കും നിനക്കുള്ള ശിക്ഷ. ഇന്നു മുഴുവൻ നിങ്ങൾക്ക് ദേഷ്യമോ ഉത്കണ്ഠയോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായേക്കാം. ആ സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കുന്നതിനു പകരം ഒരു ദീർഘശ്വാസമെടുക്കുക. ആ വികാരത്തെ വെറുതെ നിരീക്ഷിക്കുക. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം പറയുക, പക്ഷെ അത് പ്രകടിപ്പിക്കാതിരിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുന്നു. ഇത് ചർമ്മത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇന്ന് രാത്രി കിടക്കുന്നതിനു മുൻപ് 10 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്ന് ഇന്ന് നടന്ന എല്ലാ മോശം കാര്യങ്ങളെയും മനസ്സിൽ നിന്ന് ഇറക്കിവെക്കുക. മനസ്സ് ശാന്തമാകുമ്പോൾ മുഖത്തെ പേശികൾ അയയുന്നു. ഉറക്കത്തിൽ ചർമ്മം സ്വയം കേടുപാടുകൾ തീർക്കുന്നു. 2-ാം ദിവസം ജലത്തിന്റെ അത്ഭുതം. 2-ാം ദിവസം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജലത്തിലാണ്. നമ്മുടെ ശരീരത്തിന്റെ 70% ജലമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കുന്നത് ദാഹിക്കുമ്പോൾ മാത്രമാണ്, അതും വളരെ അശ്രദ്ധമായി. ബുദ്ധമതത്തിൽ വെള്ളം കുടിക്കുന്നതുപോലും ഒരു ധ്യാനമാണ്. ഇന്നത്തെ ദൗത്യമിതാണ്: ബോധപൂർവം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നിൽക്കാതെ എവിടെയെങ്കിലും ഇരിക്കുക. ഓരോ തുള്ളിയും നാവിലൂടെ ഇറങ്ങിച്ചെല്ലുന്നത് അനുഭവിക്കുക. വെള്ളത്തിന് ഓർമ്മശക്തിയുണ്ടെന്ന് ചില പരീക്ഷണങ്ങൾ പറയുന്നു. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ മനസ്സിൽ നല്ല കാര്യങ്ങൾ വിചാരിക്കുക. ഈ ജലം എന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, എനിക്ക് സൗന്ദര്യവും ആരോഗ്യവും നൽകുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം. എന്നാൽ ആവശ്യത്തിന് ജലം ലഭിക്കുമ്പോൾ ചർമ്മത്തിലെ കോശങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. മുഖത്തെ പാടുകൾ മാറാനും തിളക്കം വർദ്ധിക്കാനും ജലം അത്യന്താപേക്ഷിതമാണ്. ഇന്നു മുതൽ കുറഞ്ഞത് 3 ലിറ്റർ വെള്ളം കുറേശ്ശെയായി സാവധാനം കുടിക്കുക. 3-ാം ദിവസം ആഹാരം ഔഷധമാക്കുക. 3-ാം ദിവസം നമ്മുടെ ശ്രദ്ധ ഭക്ഷണത്തിലാണ്. നമ്മൾ എന്തു കഴിക്കുന്നുവോ അതാണ് നമ്മൾ. എരിവും പുളിയും മസാലകളും നിറഞ്ഞ ഭക്ഷണം ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്നു. ഇത് മുഖക്കുരുവിനും ചർമ്മരോഗങ്ങൾക്കും കാരണമാകുന്നു. ബുദ്ധസന്യാസിമാർ ഭക്ഷണം കഴിക്കുന്നത് വളരെ സാവധാനമാണ്. ഇന്നത്തെ ദൗത്യം: സാത്വിക ആഹാരവും മിതഭോജനവും. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. പാകം ചെയ്ത ഭക്ഷണത്തേക്കാൾ ജീവനുള്ള, അതായത് വേവിക്കാത്ത പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കോശങ്ങളെ പുതുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ വയറു നിറയെ കഴിക്കാതിരിക്കുക.
വയറിന്റെ പകുതി ഭാഗം മാത്രം ഭക്ഷണം, കാൽഭാഗം വെള്ളം, ബാക്കി കാൽഭാഗം വായുസഞ്ചാരത്തിന് വിടുക. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഉമിനീരുമായി ചേർന്ന് ഭക്ഷണം ദഹിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കുന്നു. ഇത് ചർമ്മത്തിനാവശ്യമായ വൈറ്റമിനുകൾ നൽകി തിളക്കം വർദ്ധിപ്പിക്കുന്നു. 4-ാം ദിവസം ബോധപൂർവമായ ശ്വസനം. 4-ാം ദിവസം നമ്മൾ പഠിക്കുന്നത് ശ്വസനത്തെക്കുറിച്ചാണ്. നമ്മുടെ ചർമ്മത്തിന് തിളക്കം ലഭിക്കാൻ ഏറ്റവും ആവശ്യം പ്രാണവായു അഥവാ ഓക്സിജനാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ശ്വസിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്. ബുദ്ധൻ പഠിപ്പിച്ച ആനാപാനസതി എന്ന ധ്യാനരീതി ഇവിടെ പ്രസക്തമാണ്. ഇന്നത്തെ ദൗത്യം ദീർഘശ്വാസവും പ്രാണവായുവും. ഇന്നിടയ്ക്കിടെ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക. വയർ വീർത്തുവരുന്നത് അനുഭവിക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു. രക്തചംക്രമണം വർദ്ധിക്കുന്നു. രക്തം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മുഖത്ത് ഒരു സ്വാഭാവികമായ ചുവപ്പുണ്ടാകുന്നു. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിനു മുൻപും 5 മിനിറ്റ് ഇങ്ങനെ ദീർഘശ്വാസമെടുക്കുക. ഇത് നിങ്ങളുടെ മുഖത്തെ കോശങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. 5-ാം ദിവസം ഉപവാസം അഥവാ വിശ്രമം. 5-ാം ദിവസം വളരെ പ്രധാനമാണ്. നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുന്ന ദിവസമാണിത്. ശരീരം എപ്പോഴും ഭക്ഷണം ദഹിപ്പിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിന് കോശങ്ങളെ നന്നാക്കാൻ സമയം കിട്ടില്ല. ഇന്നത്തെ ദൗത്യം ലഘുഭക്ഷണം അല്ലെങ്കിൽ ഉപവാസം. കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ വളരെ നേരത്തെ കഴിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം 12 മുതൽ 14 മണിക്കൂർ വരെ വയറിന് വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരം ഓട്ടോഫാജി എന്ന പ്രക്രിയ നടത്തുന്നത്. അതായത് ശരീരത്തിലെ കേടുവന്ന കോശങ്ങളെ ശരീരം തന്നെ നീക്കം ചെയ്ത് പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്ന പ്രക്രിയ. ഇത് യൗവനം നിലനിർത്താൻ ഏറ്റവും മികച്ച വഴിയാണ്. ബുദ്ധസന്യാസിമാർ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല എന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചർമ്മം കണ്ണാടി പോലെ തിളങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ ഇടവേള എടുക്കാം. നമ്മളിപ്പോൾ 5 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തോന്നുന്നില്ലേ? ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എന്റെ മാറ്റം ആസ്വദിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. ശരി, നമുക്ക് അവസാന 2 ദിവസങ്ങളിലേക്ക് കടക്കാം. 6-ാം ദിവസം കാരുണ്യം എന്ന സൗന്ദര്യം. 6-ാം ദിവസം തികച്ചും മാനസികമാണ്. ബുദ്ധൻ പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നിന്റെ മുഖം ചന്ദ്രനെപ്പോലെ പ്രകാശിക്കും. അസൂയ, പക, വിദ്വേഷം എന്നിവ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര വില കൂടിയ ക്രീമിട്ടാലും മുഖത്ത് സൗന്ദര്യമുണ്ടാവില്ല. ഈ വികാരങ്ങൾ മുഖത്തെ പേശികളെ വലിഞ്ഞുമുറുക്കുകയും കഠിനമാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൗത്യം മൈത്രി അഥവാ സ്നേഹം. ഇന്ന് നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാളോട് പോലും മനസ്സിൽ ക്ഷമിക്കുക. ആരോടും പകവയ്ക്കാതിരിക്കുക. എല്ലാവരോടും, മൃഗങ്ങളോടുപോലും സ്നേഹത്തോടെ പെരുമാറുക. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ 40-ലധികം പേശികൾക്ക് വ്യായാമം ലഭിക്കുന്നു. ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വരുന്നു. അതിനെയാണ് നമ്മൾ തേജസ് എന്ന് വിളിക്കുന്നത്. ഇന്ന് മുഴുവൻ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. ഓരോ തവണ കണ്ണാടിയിൽ നോക്കുമ്പോഴും ഞാൻ സുന്ദരമാണ്, സുന്ദരിയാണ്, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് സ്വയം പറയുക. 7-ാം ദിവസം ഉറക്കവും ധ്യാനവും. 7-ാം ദിവസം ഈ യാത്രയുടെ പൂർത്തീകരണമാണ്. നല്ല ഉറക്കം എന്നത് പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ ചികിത്സയാണ്. ഉറക്കമില്ലാത്തവന്റെ മുഖം എന്നും ക്ഷീണിച്ചതായിരിക്കും. ഇന്നത്തെ ദൗത്യം ഡിജിറ്റൽ ഡിറ്റോക്സും ഗാഢനിദ്രയും. ഇന്ന് രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ, TV എന്നിവ മാറ്റിവെക്കുക. ഈ നീല വെളിച്ചം നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് കണ്ണിന് താഴെ കറുപ്പ് വരാനും ചർമ്മം ചുളിയാനും കാരണമാകുന്നു. കിടക്കുന്നതിനു മുൻപ് 10 മിനിറ്റ് ധ്യാനിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തോടും നന്ദി പറയുക. കാൽവിരലുകൾ മുതൽ തല വരെ വിശ്രമിക്കാൻ അനുവദിക്കുക. ഗാഢമായ ഉറക്കം ലഭിക്കുമ്പോൾ ശരീരം വളർച്ചാ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ചർമ്മത്തെ എന്നും ചെറുപ്പമായി നിലനിർത്തുന്നു. ഈ 7 ദിവസത്തെ ചലഞ്ച് വെറുമൊരു തുടക്കം മാത്രമാണ്. ഇത് നിങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതുന്ന ആ യൗവനം നിങ്ങളെ തേടി തിരികെ വരും. ഓർക്കുക, യഥാർത്ഥ സൗന്ദര്യം എന്നത് പുറമെ പൂശുന്ന ചായങ്ങളിലല്ല, മറിച്ച് അകത്തുനിന്ന് വരുന്ന പ്രകാശത്തിലാണ്. ബുദ്ധന്റെ ഈ അറിവുകൾ നിസ്സാരമായി കാണരുത്. ഇത് പരീക്ഷിച്ചു നോക്കൂ. 7 ദിവസത്തിനുശേഷം നിങ്ങളുടെ ഫോട്ടോ എടുത്ത് പഴയ ഫോട്ടോയുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. മാറ്റം നിങ്ങൾ തിരിച്ചറിയും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചുകൊടുക്കുക. നല്ല അറിവുകൾ പങ്കുവെക്കുന്നത് ഒരു പുണ്യമാണ്.